നമസ്കാരം. ഹരിദ്വാർ, ഗോമുഖ്, ഗംഗോത്രി തുടങ്ങിയ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന കൻവാർ യാത്രികർക്ക് അവർ പോകുന്ന വഴിക്കുള്ള എല്ലാ ഹോട്ടലുകളിലും ഹോട്ടൽ ഉടമകളുടെ പേര് പ്രസിദ്ധീകരിക്കണമെന്നാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിൻ്റെ BJP സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഈ ഉത്തരവിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല. ഒന്നാമത്തേത്, ഈ ഹോട്ടൽ ഉടമകളുടെ മതം ഏതാണെന്ന് വ്യക്തമാവണം. രണ്ടാമത്തത്, അവരുടെ ജാതിയും പേരുകൊണ്ട് തിരിച്ചറിയണം. പക്ഷേ ധാരാളം പേരുകൾ, അവിടെ ഒരു ചോദ്യമുണ്ട്, മുന്ന പോലുള്ള ധാരാളം പേരുകൾ. അതേപോലെ മലയാളത്തിൽ എത്രയോ ബിജുമാർ, എൻ്റെ ഒരു സുഹൃത്ത് തന്നെയുണ്ട്, ബിജു, അദ്ദേഹം മുസ്ലിമാണ്, പേരുകൊണ്ട് ഒരു പക്ഷേ മറ്റൊരു മതമാണെന്ന് തിരിച്ചറിയാം. അങ്ങനെ പേരുകൊണ്ട് തിരിച്ചറിയാത്ത പേരുകാർ അതവിടെ നിൽക്കട്ടെ. ഏതായാലും ലക്ഷ്യം ഈ മതം തിരിച്ചറിയണം, ജാതി തിരിച്ചറിയണം എന്നുള്ളതാണ്. ഇവിടെ ശിവഭക്തരാണ് ഈ യാത്രികരായ ആളുകളൊക്കെ തന്നെ. ഇതേ ശിവയാത്രികർ, ഇതേ ശിവഭക്തർ ജമ്മു കാശ്മീരിൽ അവിടെ അമർനാഥിലേക്ക് ശിവലിംഗം കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അവരെ ചുമന്നു കൊണ്ടുപോകുന്നത് അവിടെയുള്ള മുസ്ലിങ്ങളാണ് എന്നുള്ളത് യോഗി ആദിത്യനാഥും BJPയും മറന്നു പോകരുത്. കഴിഞ്ഞ 2016 വലിയ അപകടങ്ങളുണ്ടായ സമയത്തൊക്കെ തന്നെ അവർക്ക് രക്ഷയ്ക്ക് വേണ്ടി ഓടിയെത്തിയത് അവിടെയുള്ള മുസ്ലിങ്ങളായിരുന്നു. ഒരു അജിത് കുമാർ അറോറ എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ വീഡിയോ ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാഹനം മറിഞ്ഞ സമയത്ത് കൂടെയുള്ള മറ്റ് വാഹനങ്ങൾ നിർത്താതെ പോവുകയും അന്ന് കർഫ്യൂ ഉള്ള സമയമായിട്ട് പോലും അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് ഒരുവിധം എത്തി സഹായം അഭ്യർത്ഥിച്ചപ്പോൾ 50ഓളം ചെറുപ്പക്കാർ ജീവൻ പണയം വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് പട്ടാളത്തിൻ്റെ ആരും പുറത്തിറങ്ങരുതെന്നുള്ള കർശന നിർദ്ദേശമുള്ളപ്പോൾ അവരൊക്കെ ഓടി വന്നുകൊണ്ട് ഈ ബസ്സിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തി മരണപ്പെട്ട ആളുകൾക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും ചെയ്തത് അവിടെയുള്ള മുസ്ലിങ്ങളായിരുന്നു, കാശ്മീരികളായിരുന്നു എന്ന് പറഞ്ഞത് അതിലുള്ള ഒരു യാത്രികനായ അജിത് കുമാർ അറോറ എന്ന് പറയുന്ന യാത്രികനാണ്. किसी तरीके से सीधा से बाहर निकल गया और बस से बाहर निकलने के बाद में मैंने जो है यात्रियों की गाड़ी आ रही उनसे हेल्प मांगी, कोई गाड़ी नहीं रुकी। आखिरी की गाड़ी जा रही थी, उनसे हेल्प मांगी, उनकी गाड़ी नहीं रुकी। इसने हमारी जल्दी करी। उसके बाद कश्मीर के 2 लोग बाहर बैठे थे, हमें संगम के आसपास रहती है, हमें कंफर्म मांग रही है। उन्होंने हमको देखा, उन्होंने अंदर से बचाया, तो अंदर से गली से इतने सारे लोग आए और हमको बचाया। ये राहतों के लोग नहीं आ रहे, खुदा बन के आए हैं हमारे लिए। और हम ये कहते हैं कि आदमी प्यार को समझे, इंसान को समझे, इंसान को समझे। इंसान क्या होता है, ये आदमी यात्रा की तरह नहीं समझा रहा, लेकिन कुछ भी हेल्प नहीं करा उन्हें, किसी यात्रा के आदमी ने हेल्प नहीं करा। और कश्मीर के लोगों ने, श्रीनगर के लोगों ने हमारे അതേപോലെ കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ വർഷമുണ്ടായ വലിയ ഒരു തുരങ്കത്തിനുള്ളിൽ ആളുകൾ കുടുങ്ങിപ്പോയി. 41ഓളം വരുന്ന സഹോദരന്മാർ കുടുങ്ങിപ്പോയി. അവിടെ പലതരത്തിലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാറ കട്ട് ചെയ്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ അവരെ രക്ഷപ്പെടുത്തിയത് ഡൽഹിയിലെ കാനകൾ വൃത്തിയാക്കുന്ന ഹസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെയുള്ള റാറ്റ് മൈനേഴ്സ് എന്ന് പറയുന്ന ഈ തുരങ്കത്തിനുള്ളിലൂടെ തുറന്നു പോയിക്കൊണ്ട് തുരക്കാൻ സാധിക്കുന്ന ആളുകളാണ് അവിടെ വന്ന് ഇവരെ രക്ഷപ്പെടുത്തിയത്. അവിടെ ആരും ഈ ആളുകളെ രക്ഷപ്പെടുത്താൻ റാറ്റ് മൈനേഴ്സ് മുസ്ലിങ്ങൾ വരാൻ പാടില്ല, ഒരു മതക്കാർ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് പറയാൻ ആരെയും കണ്ടിട്ടില്ല. അതേപോലെ അമർനാഥിലെ യാത്രികരെ വഹിക്കാൻ വേണ്ടി അവിടെ മുസ്ലിങ്ങൾ വരാൻ പാടില്ല, പേര് വെക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അമർനാഥിലെ യാത്രികർ അപകടത്തിൽപ്പെട്ടപ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടെ ഒരു മതക്കാർ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് ഒരു യോഗി ആദിത്യനാഥും പറയുന്നത് കേട്ടിട്ടില്ല. അതേപോലെ മറ്റൊരു മനോഹരമായ വാർത്ത കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടു. ഗുജറാത്തിലെ സൂറത്തിൽ ഒരു മുസ്ലിം ദർഗ, അത് 2002 കലാപത്തെ തുടർന്ന് അവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളും ഓടിപ്പോയി. പക്ഷെ ആ ദർഗത്തെ ഇപ്പോഴും പരിപാവനമായി സംരക്ഷിച്ചു വരുന്നത് അവിടെയുള്ള ഹിന്ദുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത എനിക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങൾ പലരും തിരിച്ചു വരുന്നു. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതൊക്കെ തന്നെ പ്രദേശത്തെ ഹിന്ദു സഹോദരന്മാരാണ്. അതാണ് ഇന്ത്യ. ഇന്ത്യയിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലല്ല ആരും ഭക്ഷണം കഴിക്കുന്നതും ആരെയും രക്ഷപ്പെടുത്തുന്നതും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വികലമായ മനസ്സ് സംഘപരിവാറിൻ്റെ മനസ്സാണ് ഈ രാജ്യത്തെ എത്രയോ നൂറ്റാണ്ട് പുറകിലേക്ക് കൊണ്ടുപോകുന്ന, ലോകരാജ്യങ്ങളുടെ മുമ്പാകെ നമ്മുടെ രാജ്യത്തെ നാണം കെടുത്തുന്ന ഒരു ഭരണകൂടമാണ് ഉത്തർപ്രദേശിലും രാജ്യത്തുമൊക്കെ തന്നെ ഭരിക്കുന്നത്. ഏതായാലും വളരെ സന്തോഷം, സുപ്രീം കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇത്തരം നികൃഷ്ടമായ, ഇത്തരം വൃത്തികെട്ട തരംതാണ സംഘപരിവാറിൻ്റെ നിലപാടുകളെ തുറന്നെതിർക്കാൻ ജാതി മത ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.